കായംകുളത്ത് വിഭാഗീയതയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച CPIM പ്രാദേശിക നേതാവ് വിപിൻ സി ബാബുവിന്റെ കത്തിൽ വെട്ടിലായി നേതൃത്വം. 2001 സത്യൻ കൊലക്കേസ് പാർട്ടി ആലോചിച്ചു ചെയ്തെന്നാണ് ആരോപണം. കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നും 19-ാം വയസ്സിൽ 60 ദിവസം ജയിലിൽ കിടന്നുവെന്നും കത്തിൽ ആരോപിക്കുന്നു. കേസിലെ 6 പ്രതികളെയും 2006 കോടതി വെറുതെ വിട്ടിരുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷെ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ ഒരു കത്ത് വരുമ്പോൾ എത്രത്തോളം ആഘാതമുണ്ടാകും അതിന്? ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കായംകുളത്ത് ഇത്തരത്തിലൊരു വിവാദം പുകയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം LDFന് വലിയ മുൻതൂക്കമുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ 2 പ്രദേശമാണ്. ഒന്ന് ചേർത്തലയും മറ്റൊന്ന് കായംകുളവും. കായംകുളത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്, പ്രത്യേകിച്ച് പത്തിയൂർ പഞ്ചായത്തൊക്കെ. ആ പത്തിയൂർ പഞ്ചായത്തിൽ 15 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന വിപിൻ സി ബാബുവിൻ്റെ അമ്മ പ്രസന്നകുമാരി അടക്കമാണ് രാജി സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. നിലവിൽ രാജി അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വിപിൻ സി ബാബു പാർട്ടി അംഗത്വം രാജിവെക്കുന്നതായിട്ടുള്ള കത്ത് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രാജിക്കത്ത് കൈമാറിയിട്ടില്ല. നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായിട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും ഉള്ളത്. 2001 നടന്ന സത്യൻ കൊലപാതക കേസ്, സത്യൻ മുൻ RSS പ്രവർത്തകനും കൊല ചെയ്യപ്പെടുന്ന സമയത്ത് INTUC പ്രവർത്തകനുമായിരുന്നു. സത്യനെ കൊല ചെയ്യപ്പെട്ട കൊന്ന കേസിൽ താൻ നിരപരാധിയായ തന്നെ അന്ന് 6-ാം പ്രതിയാക്കി. കേസിൽ താൻ 60 ദിവസത്തോളം ജയിൽ വാസം അനുഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, നിരപരാധിയായിരുന്നു താൻ അനുഭവിച്ചു. അത് പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകമാണെന്നുള്ള ഗുരുതര ആരോപണം ഈ കത്തിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ വിപിൻ സി ബാബുവിൻ്റെ പക്ഷേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള രാജ്യസന്നദ്ധതയും മാതാവിൻ്റെ രാജിക്കത്തും ഒക്കെ തന്നെ ഒരു സമ്മർദ്ദതന്ത്രമാണ്. നേരത്തെ തന്നെ മർദ്ദിച്ചു എന്ന് ഭാര്യ കൊടുത്ത ഗാർഹിക പീഡന പരാതിയിൽ നടപടി നേരിട്ടയാളാണ് വിപിൻ സി ബാബു. 6 മാസത്തോളം പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാറി നിന്നു. വീണ്ടും പക്ഷേ ഘടകം കൊടുത്തപ്പോൾ, അത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന വിപിൻ സി ബാബുവിനെ പാർട്ടി വീണ്ടും തിരിച്ചെടുത്തപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കായിരുന്നു. പക്ഷേ ഏത് ബ്രാഞ്ച്, ഏത് ഘടകം, എന്ത് ഭാരവാഹിത്വം എന്ന് പാർട്ടി വ്യക്തമാക്കിയിരുന്നില്ല. ഇത് ഭാരവാഹിത്വം മോഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രം എന്നാണ് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ തന്നെ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിയിപ്പ് പ്രകാരം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം CPIMനെ വെട്ടിലാക്കി പ്രാദേശിക നേതാവിന്റെ കത്ത്. വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്.